എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷകൾ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കും. ഓഗസ്റ്റ് 6-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അതായത് വേക്കൻസി സീറ്റ് അഡ്മിഷൻ അല്ലാന്നുണ്ടെങ്കിൽ സ്പോട്ട് അഡ്മിഷനുള്ള വേക്കൻസി പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതെ ഇരുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷയിൽ തെറ്റ് കാരണം അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ നൽകുന്നതിനായിട്ട് അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കും എങ്കിൽ, അതായത് ഇതുവരെ അപേക്ഷിക്കാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റും എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ആണെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കായിരുന്നു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല കൂടി നൽകിയ ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സെൻഡ് OTP എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക, സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും, അത് കറക്റ്റായിട്ട് നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ ഫോർ സ്പോട്ട് അഡ്മിഷൻ എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിഹരിക്കുക, അതായത് അത് എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്ത് ഒരു തെറ്റും ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തിയ ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾ നൽകിയുള്ള നിങ്ങളുടെ SSLCയുടെ മാർക്ക് അതുപോലുള്ള മറ്റ് വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എവിടെയും തെറ്റുകൾ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. അങ്ങനെ ഉറപ്പുവരുത്തി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള ഭാഗം വരും. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. വേക്കൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊരു സ്കൂളിലേക്കും ഓപ്ഷനുകൾ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഓപ്ഷൻ നൽകാനുള്ള പേജിൽ വേക്കൻസി ലിസ്റ്റിനുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. വേക്കൻസിയുള്ള എല്ലാ സ്കൂളുകളിലേക്കും നിങ്ങൾ ഓപ്ഷൻ നൽകുക. ഇത് അലോട്ട്മെൻ്റ് അല്ല, നേരിട്ട് അഡ്മിഷൻ നേടുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന എല്ലാവിധ കോഴ്സുകൾക്കും എല്ലാവിധ സ്കൂളുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ സ്കൂളിലേക്കും നിങ്ങൾ ഓപ്ഷൻ നൽകുകയും ഓപ്ഷൻ നൽകിയ ശേഷം നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് വല്ലതും ഉണ്ട്, ബോണസ് പോയിൻറ്റോ മറ്റോ ടൈ ബ്രേക്കോ മറ്റോ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതുകൂടി നൽകിയ ശേഷം നിങ്ങൾക്ക് പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. പ്രിവ്യൂ പേജ് എന്ന് പറയുന്നത് ഒരു പച്ച കളറിലാണ് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ കാണുന്ന എല്ലാവിധ ഡീറ്റെയിൽസും പരിശോധിച്ച് എവിടെയും തെറ്റില്ല, അതുപോലെ പുതിയതായിട്ട് ഓപ്ഷൻ നൽകാനില്ല, നിങ്ങളുടെ കാസ്റ്റ്, അതുപോലെ റിലീജിയൻ, കാറ്റഗറി, അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളുടെ പേര് എന്നിങ്ങനെയുള്ള, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതേസമയം കാസ്റ്റും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുക. അതുപോലെ തന്നെ ഓപ്ഷന്, അതുപോലെ നിങ്ങളുടെ SSLCയുടെ മാർക്ക്, അതുപോലെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എന്നിങ്ങനെ നിങ്ങൾ നൽകിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് എവിടെയും തെറ്റില്ല എന്നുള്ളത് ഒരു 2 പ്രാവശ്യം നോക്കിയിട്ട് ഉറപ്പുവരുത്തുക. അപ്പോൾ അങ്ങനെ ഒരു തെറ്റും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിനുശേഷം ഡിക്ലറേഷൻ ബട്ടൺ കാണാൻ സാധിക്കും. ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യും മുമ്പായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഒന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവിടെയായിട്ട് ഒരു പെൻസിൽ ഐക്കൺ ഉണ്ടാകും. ഓരോ ഭാഗത്തായിട്ട് ഏത് വിവരത്തിനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് അതിന് നേരെയുള്ള പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വിവരം എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും പ്രിവ്യൂ പേജിൽ എത്തുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രിവ്യൂ പേജിൽ വന്ന ശേഷം വീണ്ടും ചെക്ക് ചെയ്ത് എവിടെയും തെറ്റുകൾ ഇല്ല എന്നുള്ളതും നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ സ്കൂളുകളിലേക്കും ഓപ്ഷൻ നൽകി എന്നുള്ളതും ഉറപ്പുവരുത്തുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു മുൻപ് അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തതുപോലെ നിങ്ങൾക്ക് ഇന്ന കോഴ്സ് കിട്ടുമെന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതായത് ഇഷ്ടമില്ലാത്ത കോഴ്സ് കിട്ടുമെന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാവിധ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നൽകി ഓക്കെ ആണ്, അതായത് ഒരു തെറ്റുകളും ഇല്ല, വേണ്ട ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ താഴെയുള്ള ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കുക. കാരണം പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യാതെ നിൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫേം ചെയ്തു എന്ന് ഉറപ്പുവരുത്താനായിട്ട് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇന്ന ദിവസം റാങ്ക് ലിസ്റ്റ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവും എന്ന് പറയും. അതായത് ഇന്ന ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് ആ ഒരു സ്കൂളിൽ എത്തിച്ചേരണം എന്ന് പറയും. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ടത് അന്നേ ദിവസം രാവിലെയോടെ തന്നെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. സ്പോട്ട് അഡ്മിഷൻ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റാണ്. ആ ഒരു റാങ്ക് ലിസ്റ്റ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക്
നിങ്ങൾ ഏതൊക്കെ സ്കൂളുകളിലേക്കാണ് ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ജില്ലയിലാണോ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ സെലക്ട് ചെയ്യുക, ഏത് കോഴ്സിലൊക്കെ ആയിരുന്നോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക, അതിൽ നിങ്ങളുടെ റാങ്ക് നോക്കുക. അതുപോലെ തന്നെ വേക്കൻസി ലിസ്റ്റ് ഈ ഒരു പേജിൽ തന്നെ ഉണ്ടാകും. ആ ഒരു സ്കൂളിൽ എത്ര വേക്കൻസി ഉണ്ടായിരുന്നു, അതുപോലെ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം അവിടെ അഡ്മിഷനായിട്ട് പോയി കഴിഞ്ഞാൽ അന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ ഏതൊക്കെ വിദ്യാർത്ഥികളാണോ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് അവരുടെയൊക്കെ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം സീറ്റ് വേക്കൻസിക്ക് അനുസൃതമായി നിങ്ങൾക്ക് അഡ്മിഷൻ നൽകുകയുമാണ് ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ANN സ്കൂളിൽ ബയോളജി സയൻസിന് ഒരു വിദ്യാർത്ഥി അപ്ലൈ ചെയ്യുന്നു. ആ ഒരു സ്കൂളിൽ വേക്കൻസി ഉള്ളത് 10 വേക്കൻസിയാണ് ഉള്ളത്. എന്നാൽ ആ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് ആ ഒരു സ്കൂളിൽ എന്ന് പറയുന്നത് ഒരു 5 ആണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി ആ ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളുടെ റാങ്ക് 11 ആണെന്ന് കരുതുക, ബാക്കിയെല്ലാം ബാക്കി എല്ലാ സ്കൂളിലും നിങ്ങളുടെ ഈ ഒരു റാങ്ക് അതായത് ആ ഒരു സ്കൂളിൽ 11ാം റാങ്ക് ആണെന്ന് കരുതുക, അവിടെ 10 വേക്കൻസി ഉള്ളൂ എങ്കിൽ കൂടി നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അഡ്മിഷൻ കിട്ടും. അതേസമയം നിങ്ങളുടെ മറ്റു കോഴ്സുകളിലെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് 5 ആണെന്ന് കരുതുക, അതുപോലെ ആ ഒരു സ്കൂളിലുള്ള വേക്കൻസി 1 ആണെന്ന് കരുതുക. അപ്പോൾ ഇവിടെ പോയാൽ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. എന്നാൽ ഈ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. കാരണം അവിടെ 10 വേക്കൻസി ഉണ്ട്, 10 വിദ്യാർത്ഥികളും അവിടെ ആ ഒരു കോഴ്സിലേക്ക് വരണം എന്നുള്ളത് നിർബന്ധമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഏത് സ്കൂളിലാണോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു സ്കൂളിൽ അഡ്മിഷനായിട്ട് പോവുകയും അതത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും എടുത്ത് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടി ആവശ്യമായിട്ടുള്ള ഫീസും സ്പോട്ട് അഡ്മിഷൻ രജിസ്ട്രേഷൻ ചെയ്ത പ്രിൻ്റ് ഔട്ടും എടുത്തുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് 12 മണി വരെ ഈ ഒരു സ്കൂളിൽ നേരിട്ടെത്തുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അഡ്മിഷൻ അനുവദിക്കുകയുള്ളൂ. അല്ലാതെ ഏകദേശം 12 മണി കഴിഞ്ഞ് ഏകദേശം 3 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡ്മിഷൻ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ സ്പോട്ട് അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാനായിട്ട് കൃത്യസമയം പാലിക്കേണ്ടതാണ്. അതായത് 12 മണിക്ക് മുമ്പ് എത്തണം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു സ്കൂളിൽ ഏകദേശം നേരത്തെ തന്നെ പോയിട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.